മലമ്പുഴ ഗവൺമെന്റ് ഐടിഐയുടെ ഒഫീഷ്യൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സനൂഫ്, മലമ്പുഴ ഗവൺമെന്റ് ഐടി ഫിറ്റഡ് ട്രേഡിലെ ഗസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫോർക്ക് ലിഫ്റ്റ് ആൻഡ് പാലറ്റ് ട്രക്ക്. At the end of this lesson, you shall be able to tell about forklift, अथवा stacker, mention handling load by hand pallet truck, state advantages of moving load by stacker and pallet truck. അപ്പോൾ നമ്മൾ ഫോർക്ക് ലിഫ്റ്റ് അഥവാ സ്റ്റാക്കർ എന്താണെന്ന് നോക്കാം. അതേപോലെ നമ്മുടെ ലോഡ് ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണ് ഹാൻഡ് പാലറ്റ് ട്രക്ക് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. സ്റ്റാക്കറും പാലറ്റ് ട്രക്കും ഉപയോഗിച്ച് ലോഡുകളെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. About forklift അഥവാ സ്റ്റാക്കർ. The forklift is a small four-wheel vehicle with diesel or petrol or electrically powered engine. Heavy counterweight are fitted to the rear of the units. അപ്പോൾ ഫോർക്ക്ലിഫ്റ്റ് എന്നാൽ ഒരു 4 ചക്രമുള്ള ചെറിയ വാഹനമാണ്. അത് ഡീസലിലോ പെട്രോളിലോ അല്ലെങ്കിൽ കറണ്ടിലോ പവർ ചെയ്യപ്പെട്ട എൻജിൻ കൊണ്ടാണ് ഈ വാഹനം ഓടുന്നത്. ഹെവി കൗണ്ടർ വെയിറ്റ് ആർ ഫിറ്റഡ് ടു ദ റിയർ ഓഫ് ദ യൂണിറ്റ്സ്. അപ്പോൾ നമ്മളുടെ ഈ വാഹനത്തിൻ്റെ പിന്നിലായിട്ട് നല്ല ഭാരമുള്ള ഒരു വെയിറ്റ്, അതിനെയാണ് നമ്മൾ കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് അത് നമ്മൾക്ക് നമ്മുടെ ലോഡിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന, നമ്മുടെ ലോഡ് മുന്നിലായിരിക്കും, ഈ വാഹനത്തിന് മുന്നിലായിരിക്കും വെക്കുക. അതുകൊണ്ട് നമ്മൾ ഈ വാഹനത്തിൻ്റെ പിന്നിലായിട്ട് ഒരു ഹെവി ആയിട്ടുള്ള വെയിറ്റ് വെക്കും. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് വെക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. There are two lifting fork or arms in front of the machine which are adjustable to carry the load. അപ്പോൾ 2 ലിഫ്റ്റിംഗ് ഫോർക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ആമോ ഓക്കെ ഈ വാഹനത്തിന്റെ മുന്നിൽ ഉണ്ടാവും. ഓക്കെ, ഇത് എന്തിനാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് ചിലപ്പോൾ ലോഡിനെ ഉയർത്താനും താഴ്ത്താനും ഒക്കെ ആവശ്യമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ മെഷീനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലിഫ്റ്റിംഗ് ഫോർക്ക് ഈ വാഹനത്തിന്റെ മുന്നിലുണ്ടാവും. They are available in various designs and capacities for shifting and stacking load in different positions. Okay, അപ്പോൾ ഈ ഫോർക്ക് ലിഫ്റ്റ് അല്ലെങ്കിൽ അഥവാ സ്റ്റാക്കർ വിവിധ തരം ഡിസൈനുകളിലും കപ്പാസിറ്റിയിലും നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓരോ ആവശ്യത്തിന് അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ലോഡിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക്, ഇപ്പം നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ച ശേഷം അതിനെ അടുക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതാണ് സ്റ്റാക്കിങ്. ഓക്കെ, അപ്പോൾ അത് അടുക്കി വെക്കാനും അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റി വെക്കാനും ഒക്കെ നമ്മൾക്ക് ഈ ഫോർക്ക് ലിഫ്റ്റ് അഥവാ സ്റ്റാക്കർ ഉപയോഗിക്കാം. ടൈപ്സ് ഓഫ് ഫോർക്ക് ലിഫ്റ്റ് നോക്കാം. ആദ്യത്തേത് ഡീസൽ ഓട്ടോമോട്ടീവ് ഫോർക്ക് ലിഫ്റ്റർ, ബാറ്ററി പവേർഡ് ഫോർക്ക് ലിഫ്റ്റ് സ്റ്റാക്കർ, ഹൈഡ്രോളിക് സ്റ്റാക്കർ, മെക്കാനിക്കൽ സ്റ്റാക്കർ, ഹാൻഡ് പാലറ്റ് ട്രക്ക്. അപ്പോൾ ആദ്യത്തെ ഫോർക്ക് ലിഫ്റ്റർ എങ്ങനെയാണ്? ഡീസൽ എഞ്ചിനാണ്. ഓക്കെ, ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് അത് ഓടിക്കുന്നത്. ഇനി രണ്ടാമത്തേതാണെങ്കിലോ കറണ്ട് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് അത് ഓടിക്കുന്നത്. മൂന്നാമത്തേതാണെങ്കിൽ ഹൈഡ്രോളിക് ഉപയോഗിച്ചിട്ട്, അതായത് നമ്മളുടെ ലിക്വിഡ്സിന്റെ ഹൈഡ്രോളിക് എനർജി കൊണ്ട് ആയിരിക്കും അത് ഓടുക. ഇനി അടുത്തതോ മെക്കാനിക്കൽ സ്റ്റാക്കർ. ഇപ്പൊ നമ്മളുടെ സൈക്കിളൊക്കെ മെക്കാനിക്കൽ ടൈപ്പ് ആണല്ലോ. അതിൽ നമ്മൾ പവർ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെ മെക്കാനിക്കൽ ടൈപ്പും ഉണ്ടാവും. പിന്നെ ഹാൻഡ് പാലറ്റ് ട്രക്ക്, അത് ജസ്റ്റ് നമ്മളുടെ കൈവണ്ടി അല്ലെങ്കിൽ ഉന്തുവണ്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ടൈപ്പ് ഓഫ് ട്രക്കാണ് അഞ്ചാമത്തേത്. ആദ്യത്തേത് നമുക്ക് നോക്കാം, ഡീസൽ ഓട്ടോമോട്ടീവ് ഫോർക്ക് ലിഫ്റ്റർ. ഓക്കെ, ഫിഗർ 1 ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളുടെ ചിത്രം. ഓക്കെ, നമുക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാവും സീറ്റിന്റെ ബാക്കിലായിട്ട്
നമ്മൾക്ക് ഒരു ഹെവി വെയിറ്റ് ഉണ്ടാവും. ഓക്കെ, അതൊരു കൗണ്ടർ വെയിറ്റ് ആണ്. കാരണം മുന്നിൽ നമുക്ക് കാണാം 2 ഫോർക്ക് ആംസ് ഉണ്ടല്ലോ. ഓക്കെ, 2 ഫോർക്ക് ആംസ് ഉണ്ട്. ഓക്കെ, അതിലാണ് നമ്മളുടെ ലോഡ് വെക്കുക. അപ്പോൾ ആ ലോഡ് വെക്കുമ്പോൾ വാഹനം മുന്നിലേക്ക് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, ബാക്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ വെയിറ്റ് നമുക്ക് വെക്കാം. ഓക്കെ, this diesel powered truck is driven by a driver to carry loads to considerable distances to and from the shop floor or yards to workplace, or for storage capacity 2 ton to 10 ton, lift 2 meter height common. എന്താണ് ഡീസൽ പവേർഡ് ട്രക്ക്? ഓക്കെ, അപ്പോൾ ഈ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പം നമ്മൾക്ക് കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ വെയർ ഹൗസിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കൂടുതൽ ദൂരമുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഡീസൽ പവേർഡ് ആയിട്ടുള്ള ട്രക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ കൈവണ്ടികളോ അല്ലെങ്കിൽ മറ്റു ഹൈഡ്രോളിക്കോ ടൈപ്പൊക്കെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഷോപ്പ് ഫ്ലോറിലോ യാർഡ്സിലോ ഒക്കെയാണ് നമ്മൾ ഈ ഡീസൽ പവേർഡ് ഉപയോഗിക്കുക. മാത്രമല്ല സ്റ്റോറേജ് കപ്പാസിറ്റി 2 ടണ്ണ് തൊട്ട് 10 ടണ്ണ് വരെ ഭാരമുള്ള ലോഡ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ താഴെ നിന്നും മുകളിലേക്ക് 2 മീറ്റർ ഉയർത്തേണ്ട ആവശ്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെയും നമ്മൾ ഈ ഡീസൽ പവേർഡ് ട്രക്കാണ് ഉപയോഗിക്കുക. ഇനി ഫോർക്ക് യൂണിറ്റ് ക്യാൻ ബി ഹൈഡ്രോളിക്കലി fitted up to 15 degrees inward or outward and lifted to desired level. അപ്പോൾ ഫിഗർ 1A നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഫോർക്ക് യൂണിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞു മുന്നിലുള്ള ഫോർക്ക് യൂണിറ്റ് 2 ആംസ് ഉള്ള 2 ഫോർക്ക് ഉള്ള ഒരു ഫോർക്ക് യൂണിറ്റ് ഹൈഡ്രോളിക്കലി ആയിരിക്കും നമ്മൾ ലിഫ്റ്റ് ചെയ്യുക. ഹൈഡ്രോളിക്കലി പറയുമ്പോൾ നമ്മൾ പിസ്റ്റൺ സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ അതിൽ ലിക്വിഡ് വെച്ചിട്ടായിരിക്കും ഈ ലിക്വിഡിന്റെ മൂവ്മെന്റിന് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഫോർക്ക് യൂണിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് 15 ഡിഗ്രി ഇതിനെ മൊത്തമായിട്ട് ചരിക്കാനും കഴിയും. ഉള്ളിലേക്കും ചരിക്കാം, താഴേക്കും ചരിക്കാൻ കഴിയും. പുറത്തേക്ക് അങ്ങനെ മുകളിലേക്കും താഴേക്കുമായിട്ട് 15 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 15 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും. ദിസ് വർക്ക്സ് very efficiently to move loads faster even on rough roads, suitably used in harbor work, in industries, warehouses, transportation between lorry and railway terminals, etc. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനത്തെ ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ട് കാണും. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് റഫ് റോഡ്സ് ഓക്കെ കൂടെയും ഇത് ഫാസ്റ്ററായിട്ട് ഈ ഡീസൽ പവർഡ് ട്രക്ക് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല ഹാർബർ വർക്ക്, അതായത് ഹാർബർ എന്ന് പറയുമ്പോൾ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഏരിയയിലുള്ള വർക്കുകൾ, ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വെയർ ഹൗസസ്, മാത്രമല്ല ഇപ്പോൾ ട്രെയിനിൽ നിന്നും നമ്മൾ ലോറിയിലേക്ക് നമ്മുടെ ഗൂഡ്സ് ഒക്കെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇടയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഫോർക്ക് ലിഫ്റ്റർ, ഡീസൽ പവേർഡ് ഫോർക്ക് ലിഫ്റ്റർ ആണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുക. മെയിൻ്റനൻസ് നമുക്ക് നോക്കാം. എൻജിൻ ഓയിൽ ആൻഡ് ഹൈഡ്രോളിക് ഓയിൽസ് ആർ ടു ബി ചേഞ്ച്ഡ് പീരിയോഡിക്കലി. ഓക്കെ, അത് ഒരു പർട്ടിക്കുലർ പീരീഡ്, ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 40 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഈ എൻജിൻ ഓയിൽ, ഹൈഡ്രോളിക് ഓയിൽസ് ഒക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചെക്ക് ഫോർ ലീക്കേജ് ഇൻ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ്. അപ്പോൾ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഈ ഹൈഡ്രോളിക് പവർ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളുടെ ഫോർക്ക് ലിഫ്റ്റ്സിന് 15 ഡിഗ്രി സെൽഷ്യസ് വരെ ചലിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ലീക്കേജ് ഉണ്ടാവാൻ പാടില്ല. Okay, cleaning and lubrication should be done to all motion parts including counterweight chain. അപ്പോൾ counterweight സ്ഥലത്ത് ക്ലീൻ ചെയ്തിരിക്കണം. എല്ലാ ഭാഗത്തും ക്ലീനിങ്ങും ലൂബ്രിക്കേറ്റും ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ട് മൂവ് ചെയ്യുന്ന പാർട്സിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വെയർ ആൻഡ് ടയർ ഉണ്ടാവും. ഓക്കെ, ആ ഭാഗം നമുക്ക് ഉരഞ്ഞ് തേഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ലൂബ്രിക്കേഷൻ ഓയിൽസ് അപ്ലൈ ചെയ്ത് അതിന് ലൂബ്രിക്കേറ്റ് ചെയ്യണം. രണ്ടാമത്തേത് നോക്കാം, ബാറ്ററി പവേർഡ് ഫോർക്ക് ലിഫ്റ്റ് സ്റ്റാക്കർ. ഫിഗർ 2 ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ജസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നു. ഇവിടെ ഡീസലിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ചാർജ് ചെയ്തിട്ട് മോട്ടർ നമുക്ക് DC മോട്ടർ വയ്ക്കാം. അപ്പോൾ അതുവഴി നമ്മളുടെ ഫോർക്ക് ലിഫ്റ്റ്
മൂവ് ചെയ്യും. ഓക്കെ, പവേർഡ് ഫോർക്ക് ലിഫ്റ്റ് stackers are compact in size and used to carry load mainly indoor within narrow space for shifting and stacking even to higher levels. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ഇടവഴികളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് വളരെ ഉയരങ്ങളിലേക്ക് പോകേണ്ടി വരും, പക്ഷെ ചെറിയ ഇടനാഴിയായിരിക്കും. ഓക്കെ, മുകളിലേക്ക് ഹൈറ്റും ചെറിയ ഇടനാഴിയായിരിക്കും, അല്ലെങ്കിൽ വഴിയും ചെറുത്. അപ്പോൾ അത്തരം മേഖലകളിലൊക്കെ നമുക്ക് ഈ ബാറ്ററി പവേർഡ് ഉപയോഗിക്കാൻ കഴിയും. സൈസ് ഈ ഡീസൽ പവറിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ ചെറുതാണ്, കാരണം ഇതിൽ ഡീസൽ ടാങ്കോ എൻജിൻസോ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദ ഓപ്പറേറ്റർ വാക്സ് beside the truck to steer it. Lifting is done hydraulically. ഓക്കെ, അതായത് ഇപ്പോൾ ഓപ്പറേറ്റർ ഇതിന് തൊട്ട് ജസ്റ്റ് ഇങ്ങനെ അതിന് തൊട്ട് നടന്നു പോയാൽ മാത്രം മതി. ഇതിൽ ഡീസൽ പവേർഡിൽ എങ്ങനെയാണ് ഡ്രൈവർ അതിലിരുന്ന് വാഹനത്തിലിരുന്ന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഡ്രൈവർ ജസ്റ്റ് അതിനൊപ്പം നടന്നു പോയാൽ മതി, സ്റ്റിയറിംഗ് മാത്രം ഒന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ലിഫ്റ്റിംഗ്, അതായത് മുകളിലേക്കും താഴേക്കും ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഇത് ഹൈഡ്രോളിക് പവറാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം വെച്ചിട്ട് പിസ്റ്റൺ സിലിണ്ടർ ലിക്വിഡ് വെച്ചിട്ട് ലിഫ്റ്റിംഗ് മുകളിലേക്കും താഴേക്കും ഈ ഫോർക്ക് ലിഫ്റ്റിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഉപയോഗിക്കുക. They are commonly used in workshops, warehouse, rail containers, wagons, etc. Capacity 500 kg തൊട്ടിട്ട് 2000 kg വരെയാണ് ഇതിന് ക്യാരി ചെയ്യാൻ പറ്റുക. ലിഫ്റ്റിംഗ് 5 മീറ്റർ വരെ മുകളിലേക്ക് ഉയർത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ട് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? റെയിൽ കണ്ടെയ്നേഴ്സ്, വേഗൻസിൽ ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, വെയർ ഹൗസ്, വർക്ക്ഷോപ്പിലൊക്കെ. ബാറ്ററി ഫോർക്ക് ലിഫ്റ്ററിന്റെ മെയിൻ്റെനൻസ് നോക്കാം. ഓൾ മോഷൻ പാർട്സ് ആർ ടു ബി ക്ലീൻഡ് ആൻഡ് ലൂബ്രിക്കേറ്റഡ് പീരിയഡിക്കലി. ഓക്കെ, ഹൈഡ്രോളിക് ഓയിൽ ഷുഡ് ബി ചേഞ്ച്ഡ്. സെർവോ സിസ്റ്റം 57/68 ആണ് ഓയിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. വൺസ് ഇൻ 2 years. അപ്പോൾ ഒരു 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഹൈഡ്രോളിക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓയിൽ സീൽസ് ആർ ടു ബി ചേഞ്ച്ഡ് ഇൻ കേസ് ഓഫ് ലീക്കേജ്. അപ്പോൾ ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ നമ്മൾ ഓയിൽ സീൽസ് വെച്ചിട്ടുണ്ടാവുമല്ലോ, പിസ്റ്റന്റെ സിലിണ്ടറിയും ഇടയിലായിട്ട് ആ ഓയിൽ സീൽസ് ഒക്കെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ. Distilled water should be poured in the battery as and when the level goes down. അപ്പോൾ ബാറ്ററിയിൽ സാധാരണ രീതിയിൽ ഡിസ്റ്റിൽഡ് വാട്ടറുടെ ഒരു ലെവൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ബാറ്ററി ഷുഡ് ബി ചേഞ്ച്ഡ് പീരിയോഡിക്കലി. യെസ്, ഇത് നോക്കാം. മാനുവലി ഓപ്പറേറ്റഡ് ഹൈഡ്രോളിക് സ്റ്റാക്കർ. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മാനുവൽ ആയിട്ട് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുകയാണ് ഈ ഹൈഡ്രോളിക് സ്റ്റാക്കറിനെ. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് സ്റ്റാക്കർ ഈസ് കോമൺലി യൂസ്ഡ് ആസ് ദേ ആർ ചീപ്പർ ആൻഡ് ക്യാൻ ബി ഈസിലി ഹാൻഡിൽഡ് മാനുവലി ഫോർ ഷിഫ്റ്റിംഗ് ആൻഡ് സ്റ്റാക്കിംഗ് ലോഡ് ഇൻ ലിമിറ്റഡ് സ്പേസ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ സ്റ്റാക്കർ ആണെന്ന് പറയാം. കാരണം എന്താണ്? ഇതിൽ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല, മോട്ടറോ അല്ലെങ്കിൽ ഡീസലോ പവേർഡോ ഒന്നുമില്ല. ഓക്കെ, സോ ഇത് വന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് കൈകൾ കൊണ്ടോ കാലുകൾ കൊണ്ടോ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് സാധനങ്ങളെ മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും ഉയർത്തി വയ്ക്കാനോ ഒക്കെ നമുക്ക് കഴിയും. ഓക്കെ, സോ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 കിലോഗ്രാം തൊട്ട് 2000 കിലോഗ്രാം വരെയാണ് ഇതിന് ഭാരം എടുക്കാൻ കഴിയുക. മാത്രമല്ല ഉയർത്താൻ 5 മീറ്റർ വരെ ഉയർത്താൻ കഴിയും. ബെനിഫിഷ്യലി യൂസ്ഡ് ഇൻ ലൈറ്റ് ഇൻഡസ്ട്രീസ്, വെയർ ഹൗസ് എക്സെട്ര ഫോർ ലോഡിംഗ്, അൺലോഡിംഗ് ആൻഡ് സ്റ്റാക്കിംഗ് എന്നുള്ളത്. അതായത് ചെറിയ മെറ്റീരിയൽസ് നിർമ്മിക്കുന്ന ഇൻഡസ്ട്രീസിലാണ് ഇത് പരമാവധി ഉപയോഗിക്കുക. കാരണം എന്താണ്? നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഭാരം നമുക്ക് ഉയർത്താനും നമുക്ക് എടുത്തു വയ്ക്കാനും ഒക്കെ ഒരു പരിധിയുണ്ട്. ഓക്കെ, മറ്റു സ്റ്റാക്കർ പോലെ ഇതിന് മറ്റു എഞ്ചിന്റെ സഹായങ്ങൾ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഈ ഓപ്പറേറ്ററിന്റെ മെയിൻ്റെനൻസ് നോക്കാം. Clean and lubricate all motion parts. Change hydraulic oil once in 2 years. ഇവിടെയും same thing. Servo system 57 or 68 is recommended to be used. Replace oil seal for oil leakage. Okay, ഇവിടെയും നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. ലിഫ്റ്റ് ചെയ്യാൻ അവിടെ ഓയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഓയിൽ സീൽ ഉണ്ടാവും. അപ്പോൾ ഓയിൽ സീൽ ചെക്ക് ചെയ്യണം ലീക്കേജ് ഉണ്ടോ എന്ന്. നാലാമത്തേത് നോക്കാം. മെക്കാനിക്കൽ സ്റ്റാക്കർ. This type of stacker is mechanically handled for moving, lifting and stacking load. These can be operated in a limited space so that
they are used in small scale industries. അപ്പോൾ ഇത് അതായത് ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ മാനുവലി ഓപ്പറേറ്റഡും മെക്കാനിക്കൽ സ്റ്റാക്കറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു സൈക്കിൾ പോലത്തെ ഒരു മെക്കാനിസം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കൈകൾ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പെഡൽ ചെയ്യുകയാണെങ്കിലോ ഒക്കെ ഇതിന് മൂവ്മെന്റ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളുടെ മാനുവലി ഓപ്പറേറ്റഡ് സ്റ്റാക്കറിൽ അങ്ങനത്തെ ഒരു മെക്കാനിസവും ഇല്ല. ജസ്റ്റ് നമ്മൾ പുഷിങ് പുള്ളിങ് മാത്രമാണ് അതിൽ ഉള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു ലിമിറ്റഡ് ചെറിയ സ്പേസ് ആണ്, ചെറിയ സ്കെയിൽ, ചെറിയ ഇൻഡസ്ട്രീസ് ആണ്. അവർക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അത്ര മേഖലകളിലൊക്കെ ഇങ്ങനത്തെ മെക്കാനിക്കൽ സ്റ്റാക്കർ ഉപയോഗിക്കാം. മെക്കാനിക്കൽ സ്റ്റാക്കറും മാനുവൽ സ്റ്റാക്കറും പ്രത്യേകത എന്ന് വെച്ചാൽ മെക്കാനിക്കൽ സ്റ്റാക്കർ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ ലോഡ്സ് ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം കുറച്ചും കൂടെ മെക്കാനിക്കലായിട്ട് ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റേതിൽ കംപ്ലീറ്റ്ലി നമ്മൾ തന്നെ മാനുവലി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് കപ്പാസിറ്റി 500 കിലോഗ്രാം ആണ്. അതുപോലെ 2 മീറ്റർ വരെ ഇതിന് ഉയർത്താൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെയും നമുക്ക് ഹൈഡ്രോളിക് സിസ്റ്റം ടൈപ്പ് ആണ്. അതുകൊണ്ട് ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ഓൾ മോഷൻ പാർട്സ് പീരിയോഡിക്കലി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഉയർത്താൻ ലിഫ്റ്റ് ചെയ്യാൻ അവിടെയും വേണമെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ ടൈപ്പ്, ലൈക്ക് നമ്മളിപ്പോൾ ഒരു ലിവർ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുകളിലേക്ക് ഉയർത്താൻ കഴിയും. അങ്ങനത്തെ ടൈപ്പ് മെക്കാനിസംസ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഹൈഡ്രോളിക്കലി വേണമെങ്കിലും നമുക്ക് ഇവിടെ ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. പക്ഷെ ഇതിന്റെ സാധാരണ മോഷൻ മെക്കാനിക്കൽ ടൈപ്പാണ്. അതുകൊണ്ടാണ് മെക്കാനിക്കൽ സ്റ്റാക്കർ എന്നുള്ള പേര് വന്നത്. അവസാനത്തേത് നോക്കാം, ഹാൻഡ് പാലറ്റ് ട്രക്ക്. പാലറ്റ് ട്രക്സ് ആർ ബേസിക്കലി യൂസ്ഡ് ഫോർ ക്യാരിങ് പാലറ്റ് ബിൻസ്. ഫിഗർ 5A നമുക്ക് ശ്രദ്ധിക്കാം. പാലറ്റ് ബിൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അത് ഇപ്പോൾ നമ്മളുടെ ഒരു ബിൻസ്, അതായത് ഒരു കേസ് പോലെ, വുഡൻ കേസ്, അങ്ങനത്തെ ടൈപ്പ്. പാലറ്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ എഗ്ഗ് ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ഒരു പാലറ്റ്, എഗ്ഗിന്റെ ഷേപ്പിൽ ഒരു പാലറ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ നമ്മൾ ടൈപ്പ് ഓഫ് ലോഡ്സ് ക്യാരി ചെയ്യാൻ, ഇപ്പോൾ എഗ്സിന്റെ നിറയെ പാലറ്റ്സ് അടുക്കി വെച്ചിട്ട് അങ്ങനത്തെ കൊണ്ടുപോകാൻ ക്യാരി ചെയ്യാനാണ് ഇത്തരം പാലറ്റ് ട്രക്സ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ടൈപ്പ്, റൈറ്റ്. ആൻഡ് അതർ ലോഡ്സ് ഓൺ ഫ്ലോർസ്, വെയർ ഹൗസസ് വിത്ത് എ ഹൈ റേറ്റ് ഓഫ് ടേൺ ഓവർ ഈവൻ ബൾക്കി ഗുഡ്സ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ വെയർ ഹൗസസിലൊക്കെ വളരെ വെയിറ്റ് കൂടിയ ഗൂഡ്സ്, അതേസമയം നല്ല പോലെ വില കൂടിയ ഗൂഡ്സ് ഒക്കെ നമുക്ക് ഇതിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. കാരണം അത്തരം ഗൂഡ്സ് ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. കാരണം അതൊക്കെ വളരെ വിലയുള്ള ഐറ്റംസ് ആയിരിക്കും. ഓക്കെ, അത്തരം ഐറ്റംസ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡീസൽ ടൈപ്പിലോ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ അത് സുരക്ഷിതമല്ല. ഓക്കെ, അതുകൊണ്ട് അത്തരം ഹൈ കോസ്റ്റ് ഉള്ള അതുപോലെ തന്നെ ബൾക്കിയർ വെയിറ്റ് ഉള്ള ടൈപ്പ് ഓഫ് ഗൂഡ്സ് ആണ് ഈ ഹാൻഡ് പാലറ്റ് ട്രക്കിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ 500 കിലോഗ്രാം തൊട്ടിട്ട് 2000 കിലോഗ്രാം വരെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ റോഡുകളിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും ഈ ഉന്തുവണ്ടി എന്ന് പറയുന്ന ടൈപ്പ് ഈ ഒരു ഇനത്തിൽപ്പെട്ട ഹാൻഡ് പാലറ്റ് ട്രക്ക് ഇനത്തിൽപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ഐറ്റമാണ്. ഓക്കെ, ഇതിന്റെ മെയിൻ്റനൻസ് നമുക്ക് നോക്കാം. ചേഞ്ച് ഹൈഡ്രോളിക് ഓയിൽ once in 2 years. സെർവോ സിസ്റ്റം ഓയിൽ സെയിം 57 or 68 ആസ് റെക്കമെൻഡഡ്. പിന്നെ ടോപ്പ് അപ്പ് ഓയിൽ പീരിയോഡിക്കലി വേർ എവർ റിക്വയർഡ്. അപ്പോൾ ഹൈഡ്രോളിക് ഓയിൽ പറയുമ്പോൾ അവിടെ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം നമുക്ക് വെക്കുകയാണെങ്കിൽ അത് ഹൈഡ്രോളിക് ഓയിൽ വേണം. അതുപോലെ ടോപ്പ് അപ്പ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ സാധാരണ ബാക്കിയുള്ള ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. പിന്നെ റീപ്ലേസ് ഓയിൽ സീൽസ് ഇൻ കേസ് ഓഫ് ഓയിൽ ലീക്കേജ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ. പിന്നെ ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് അതർ മോഷൻ പാർട്സ് പീരിയോഡിക്കലി. ഇതൊക്കെയാണ് മെയിൻ്റനൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് ഫോർക്ക്, ലിഫ്റ്റ്, അതുപോലെ പാലറ്റ്, ട്രക്സ്. അപ്പോൾ ഇതിൻ്റെ 5 ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എത്ര കിലോഗ്രാമാണ് അതിന് താങ്ങാൻ കഴിയുന്നത്, അതുപോലെ എത്ര ഉയരം വരെ അതിന് ഉയർത്താൻ കഴിയുമെന്നൊക്കെ നമ്മൾ പഠിച്ചു.
അതിൻ്റെ ഓരോന്നിനും മെയിൻ്റനൻസ് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. For watching the channel.